യൂറോപ്യന്മാരുടെ വരവ്. ഇവിടെ ആദ്യം ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനമാണ്. യൂറോപ്യന്മാരുടെ കടൽ മാർഗമുള്ള ഇന്ത്യയിലെ ആഗമനത്തിന് വഴിതെളിച്ചത് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതാണ്. ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ് ആണ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണ്? അറബികളാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികൾ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. അപ്പൊ ഇവിടെ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ചോദിച്ചാൽ അറബികളാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം നോക്കാം. ആദ്യം പോർച്ചുഗീസുകാർ, അത് കഴിഞ്ഞ് ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഇനി പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. പാരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. വെള്ളക്കാർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ. പറങ്കികൾ പോർച്ചുഗീസ്, പാരന്ത്രീസുകാർ ഫ്രഞ്ചുകാർ, ലന്തക്കാർ ഡച്ചുകാർ, വെള്ളക്കാർ ബ്രിട്ടീഷുകാർ. ഇനി ഏത് നൂറ്റാണ്ടിലാണ് യൂറോപ്യർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തുന്നത്? 15-ാം നൂറ്റാണ്ടിലാണ്. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം. ഇനി വർഷങ്ങളാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602, ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1616, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664, സ്വീഡിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1731. ഇനി പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആര് എന്ന് ചോദിച്ചാൽ അത് വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലം ലിസ്ബൺ ആണ്. ലിസ്ബൺ 1497. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി മാനുവൽ ഫസ്റ്റ് ആണ്. വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് 1498 മെയ് 20-നാണ്. 1498 കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്താണ് വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത്. വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പൽ സെന്റ് ഗബ്രിയേൽ. വാസ്കോഡ ഗാമയെ ആദ്യ യാത്രയിൽ അനുഗമിച്ച കപ്പലുകൾ സെന്റ് റാഫേൽ, സെന്റ് ബെറിയോ. വാസ്കോഡ ഗാമയോട് കച്ചവടത്തിന് എതിർപ്പ് കാട്ടിയ കേരളത്തിലെ ഭരണാധികാരിയാണ് കോഴിക്കോട് സാമൂതിരി. വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷം 1499. വാസ്കോഡ ഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം 1502. വാസ്കോഡ ഗാമ അവസാനമായി, അതായത് മൂന്നാമതായി കേരളത്തിലെത്തിയ വർഷമാണ് 1524. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയി കേരളത്തിലെത്തിയ വർഷം ആണ് 1524. വാസ്കോഡ ഗാമ അന്തരിച്ച വർഷവും അത് തന്നെയാണ്. 1524 ഡിസംബർ 24-നാണ് അദ്ദേഹം അന്തരിച്ചത്. വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ആദ്യം അടക്കം ചെയ്തിരുന്ന പള്ളി സെന്റ് ഫ്രാൻസിസ് ചർച്ച് ആണ്, കൊച്ചിയിലെ. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം 1539-ആണ്. അപ്പോൾ വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം 1539. വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ജെറോനിമസ് കത്തീഡ്രൽ ആണ്, ലിസ്ബണിലെ.
വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. ഇനി പോർച്ചുഗീസ് സാമ്രാജ്യം എന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് 1628-ലാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളാണ് ഗോവ, ദാമൻ, ദിയു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് 463 വർഷം. ആദ്യമായി ഇന്ത്യയിൽ എത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായ യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൽക്കാല തലസ്ഥാനം ഗോവ. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപൂർ സുൽത്താനിൽ നിന്നാണ്. അത് 1510-ല്. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാരാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ ദ്വീപ്. കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലമാണ് കാപ്പാട്. പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് കലൈക്കൂച്ച് എന്നാണ്. കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബിക് കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട വിദേശികളാണ് പോർച്ചുഗീസുകാർ. 1513-ൽ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധി കണ്ണൂർ സന്ധിയാണ്. അപ്പൊ കണ്ണൂർ സന്ധി എന്ന് പറഞ്ഞാൽ അത് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ്. അത് 1513-ലാണ് അതിന്റെ ഡേറ്റ്. 1540-ൽ പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി. വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരിസ് കബ്രാൾ. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് അൽവാരിസ് കബ്രാൾ. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അത് 1505-ലാണ് നിയമിതനായത്. ഇന്ത്യയിൽ നീലജല നയം, ബ്ലൂ വാട്ടർ പോളിസി ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയാണ് അൽമേഡ. നീലജല നയം അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യമാണ് ഫത്ഹുൽ മുഈൻ. ഫത്ഹുൽ മുബീന്റെ വ്യക്തമായ വിജയം എന്നാണ് അതിനർത്ഥം. ഫത്ഹുൽ മുബീൻ രചിച്ചത് കാസി മുഹമ്മദ് ആണ്. ഇനി അൽ ബുക്കർക്കിനെ കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി, ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി, കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി, ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ, ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി, കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തി. ഇതെല്ലാം അൽ ബുക്കർക്കാണ്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയും അൽ ബുക്കർക്ക് തന്നെയാണ്. പോർച്ചുഗീസ് ഇന്ത്യയിലെ അവസാനത്തെയും 128-ാമത്തേതുമായ ഗവർണർ ജനറൽ ആന്റോണിയോ വാസിലോ ഇ സിൽവ 1958-61 കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ചത് 1961 ഡിസംബർ 19-നാണ്. ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് VK കൃഷ്ണമേനോനാണ്. ഇനി തുഹ്ഫത്തുൽ മുജാഹിദീൻ നോക്കാം. കേരളത്തിൽ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതിയും ഏതാണ്? തുഹ്ഫത്തുൽ. ഇനി കുഞ്ഞാലി മരക്കാരെ കുറിച്ച് നോക്കാം. സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാർ. മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരിയാണ്. കുഞ്ഞാലിമാരുടെ ആസ്ഥാനം കോട്ടക്കലായിരുന്നു.
കുഞ്ഞാലിമരക്കാരുടെ നാമന്റെ യഥാർത്ഥ നാമം കുട്ടി അഹമ്മദ് അലി എന്നാണ്. കുഞ്ഞാലിമരക്കാർ രണ്ടാമന്റെ യഥാർത്ഥ നാമം കുട്ടി പോക്കർ അലി. ഇന്ത്യൻ വികസേന രൂപീകരിച്ചത് കുഞ്ഞാലിമരക്കാർ രണ്ടാമനാണ്. പടമരക്കൽ, പട്ടുമരക്കൽ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ്. പടമരക്കാർ, പട്ടുമരക്കാർ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ. മരക്കാർ കോട്ട അല്ലെങ്കിൽ പുതുപ്പണം കോട്ട നിർമ്മിച്ചത് ആരാണ്? കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ. കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് കുൻഹ. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ്. ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ എന്ന ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലിമരക്കാർ നാലാമനാണ്. ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ എന്ന ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലിമരക്കാർ നാലാമൻ. കുഞ്ഞാലിമരക്കാർ നാലാമന്റെ യഥാർത്ഥ നാമം എന്താണ്? മുഹമ്മദ് അലി മരക്കാർ. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് 1600-ലാണ്. കുഞ്ഞാലി നാലാമന്റെ സ്മരണക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി. കുഞ്ഞാലിമരക്കാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടക്കലാണ്. കുഞ്ഞാലിമരക്കാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടക്കൽ. കുഞ്ഞാലിമരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2000. ഇനി ഡെൻമാർക്കിനെ കുറിച്ച് നോക്കാം. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1616. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവാണ് ക്രിസ്ത്യൻ പോൾ. ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് 1620-ലാണ്. ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ കമ്പനികളും ബ്രിട്ടന് വിറ്റത് 1848. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ സ്ഥലങ്ങളാണ് ട്രാൻക്യൂബാർ തമിഴ്നാട്, സോറാംപൂർ ബംഗാൾ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ട്രാൻക്യൂബാർ ഇപ്പോൾ അറിയപ്പെടുന്നത് തരംഗമ്പാടി എന്നാണ്. തരംഗാമ്പാടി. ഇനി ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം AD 1595. ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് AD 1602-ലാണ്. ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. ഇന്ത്യയിൽ നിന്നും തിരിച്ചുപോയ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ. ഇവര് വന്നത് രണ്ടാമതായാണ്, പക്ഷെ ആദ്യം തിരിച്ചു പോയത് ഡച്ചുകാരാണ്. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണമാണ്. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം പ്രൊട്ടസ്റ്റന്റ്. ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാണ്? അഡ്മിറൽ വാൻ ഗോൾ. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്ത വർഷം 1658-ആണ്. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. അപ്പം ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്തത് 1658. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ആഗസ്റ്റ് 10-ആണ്. ഒരുപാട് തവണ PSC ചോദിച്ചൊരു ചോദ്യമാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ആഗസ്റ്റ് 10-നാണ്. കുളച്ചൽ യുദ്ധത്തിന് മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് കപ്പിത്താനാണ് ഡിലനോയി. തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയത് ആരാണ്? ഡിലനോയി ആണ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നതും ഡിലനോയി തന്നെയാണ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയി.
ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി കോട്ടയാണ്. ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി കോട്ട. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് മാവേലിക്കര സന്ധി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് മാവേലിക്കര സന്ധി. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണ്? 1753 ആഗസ്റ്റ് 15. ഇന്ത്യയിൽ ഡച്ച് പതനത്തിന് കാരണമായ സന്ധി ഏതാണ്? മാവേലിക്കര സന്ധിയാണ്. ഇന്ത്യയിൽ ഡച്ച് പതനത്തിന് കാരണമായ സന്ധി മാവേലിക്കര സന്ധി. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നത് ഏതാണ്? ഇന്തോനേഷ്യയാണ്. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നത് ഇന്തോനേഷ്യ. ഇനി ഫ്രഞ്ചുകാർ. ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തിയാണ് കോൾബർട്ട്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 14 ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഡയറക്ടർ ജനറൽ ഫ്രാങ്കോയിഡ് മാർട്ടിൻ ആണ്. ഫ്രാങ്കോയിഡ് മാർട്ടിൻ. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണറാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ. അപ്പൊ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയായിരുന്നു. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണറാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ. ഇനി 1668 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചത് സൂററ്റിലാണ്. ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളാണ് മാഹി, കേരളം, യാനം, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, കാരക്കൽ. ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശമാണ് മാഹി. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യൈ പുഴയാണ്. മയ്യയിൽ ഫ്രഞ്ചുകാർ കോട്ട പണിത വർഷം 1724. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം ഏതാണ്? 1760. ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിപ്പിക്കാൻ കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. വാണ്ടിവാഷ് യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് തമിഴ്നാട്. വാണ്ടിവാഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് സർ അർക്യൂട്ട് ആണ്. സർ അർക്യൂട്ട്. വാണ്ടിവാഷ് യുദ്ധത്തിൽ ഫ്രഞ്ച് സൈന്യത്തെ നയിച്ചത് കൗണ്ട് ഡി ലാലി. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷം ഏതാണ്? 1954. ഇനി നോക്കാനുള്ളത് ബ്രിട്ടീഷുകാരാണ്. അക്ബറുടെ സദസ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണ്? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫ് ഫിച്ച്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴിൽ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടി ഏതാണ്? റോയൽ ചാർട്ടർ ആണ്. റോയൽ ചാർട്ടർ. റോയൽ ചാർട്ടർ അനുവദിച്ച ബ്രിട്ടീഷ് രാജ്ഞി ഏതാണ്? എലിസബത്ത് രാജ്ഞി ഫസ്റ്റ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600 ഡിസംബർ 31. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയാണ് മർച്ചന്റ് അഡ്വഞ്ചറീസ്. മർച്ചന്റ് അഡ്വഞ്ചറീസ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമം ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇന്ത്യയിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? സൂററ്റ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരനാണ് ആര്? ജോൺ മിൽഡൺ ഫാൾ. ജോൺ മിൽഡൺ ഫാൾ.
ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ നാമം ജോൺ കമ്പനി എന്നായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ നാമം ജോൺ കമ്പനി. ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പൽ ഏതാണ്? ഹെക്ടർ എന്ന കപ്പലാണ് എത്തിയത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ ചക്രവർത്തി അക്ബർ ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുവാദം നൽകിയ മുഗൾ ഭരണാധികാരി ജഹാംഗീർ ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ജഹാംഗീർ. മുഗൾ ഭരണാധികാരി ആയ ജഹാംഗീറിന്റെ സദസ്സ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരൻ ആരാണ്? വില്യം ഹോക്കിൻസ് ആണ്. വില്യം ഹോക്കിൻസ്. അതേപോലെ തന്നെ തോമസ് റോ 1615, വില്യം ഹോക്കിൻസ് 1608. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര കാലാവധി നീട്ടി നൽകിയത് ആരാണ്? ജെയിംസ് ഒന്നാമനാണ്. 1644 സെന്റ് ജോർജ് കോട്ട സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഡേ ആണ്. 1644 സെന്റ് ജോർജ് കോട്ട സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഡേ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം സൂറത്തിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയത് ആരാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം സൂറത്തിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയ വർഷം 1687. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ട ഏതാണ്? സെന്റ് ജോർജ് കോട്ട. മദ്രാസിലാണ് സെന്റ് ജോർജ് കോട്ട. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിൽ എത്തിയ വർഷം 1615 പണ്ടകശാലകൾ ആരംഭിക്കാനുള്ള അനുമതി കരസ്ഥമാക്കിയ കേന്ദ്രങ്ങള് വിഴിഞ്ഞം, അഞ്ചുതെങ്ങ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞത്താണ് ബ്രിട്ടീഷുകാർ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി കോട്ട സ്ഥാപിച്ചത് അഞ്ചുതെങ്ങാണ്. അഞ്ചുതെങ്ങിലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി കോട്ട സ്ഥാപിച്ചത്. 1695. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചത് ബ്രിട്ടീഷുകാർ. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തി 2018 ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ഉത്തരം? ഉത്തരം ഡി, പോർച്ചുഗീസ്. ഇനി യൂറോപ്യന്മാരുടെ സംഭാവനയെ കുറിച്ചാണ്. ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാർ ഗോവയിൽ 1556. പോർച്ചുഗീസുകാർ അച്ചടിശാല ആരംഭിച്ച കേരളത്തിലെ സ്ഥലങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയും വൈപ്പിനുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ പോർച്ചുഗീസുകാർ സ്ഥാപിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ശാസ്ത്രീയ കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പുകയില, മരച്ചീനി, വറ്റൽമുളക് തുടങ്ങിയവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം ഇന്ത്യയിൽ പ്രസിദ്ധപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. മാനുവൽ കോട്ട നിർമ്മിച്ച വർഷം 1503. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട.
മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, ഐക്കോട്ട. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ്. സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡ. പോർച്ചുഗീസുകാർ പണിത പ്രധാന കോട്ടകളാണ് പള്ളിപ്പുറം കോട്ട, സെന്റ് ആഞ്ചലോസ് കോട്ട. 1555 കൊച്ചി രാജാവായ വീരകേരളവർമ്മക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് ഡച്ച് കൊട്ടാരം അല്ലെങ്കിൽ മട്ടാഞ്ചേരി കൊട്ടാരം. തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് തങ്കശ്ശേരിയാണ്. ഇനി ഡച്ചുകാരുടെ സംഭാവന നോക്കാം. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിനർത്ഥം മലബാറിന്റെ പൂന്തോട്ടം എന്നാണ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിനർത്ഥം മലബാറിന്റെ പൂന്തോട്ടം. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ലാറ്റിൻ ആണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മലബാറിലെ സസ്യജാലങ്ങളെ കുറിച്ചാണ്. കേരള രാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം 1678 1703. ഹോർത്തൂസ് മലബാറിക്കസിലെ ആകെ വാല്യങ്ങളാണ് 12. 742 സസ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻ റീഡ്. മലയാള ലിപി അച്ചടിക്കുവാൻ വാൻ റീഡിനെ സഹായിച്ചത് ഇമ്മാനുവൽ റോയി ആണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലറ്റ് സന്യാസി മാത്യൂസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചത് മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ഈയവ വൈദ്യരാണ് ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലാട്ടുപറമ്പാണ്, ചേർത്തലയിൽ. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാം ആണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിൽ അവസാനം പ്രതിപാദിക്കുന്ന സസ്യം ആൽ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണർ അപ്പൂഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. KS മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം 2020 ഇത് ഇമ്പോർട്ടന്റ് ആണ്. KS മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം 2020. കേരളത്തിൽ തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികൾ ഡച്ചുകാരാണ്. 1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാരാണ്. ഇന്ത്യയിൽ ഡച്ചുകാരുടെ പ്രധാന സംഭാവനകളാണ് ഉപ്പു നിർമ്മാണം, വസ്ത്രത്തിലെ ചായമുക്കൽ. ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ്. ഇനി ഇംഗ്ലീഷുകാരുടെ സംഭാവന നോക്കാം. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കേരളത്തിന്റെ തോട്ട മേഖലയിൽ വളർന്നു വന്ന പ്രധാന വ്യവസായങ്ങളാണ് തേയില, കാപ്പി, റബ്ബർ. കേരളത്തിൽ അച്ചടി ആരംഭിക്കാൻ കാരണമായത് ഏത് വിദേശ ശക്തിയുടെ പരിശ്രമ ഫലമായാണ്? യൂറോപ്യന്മാർ. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജസ്യൂട്ട് മിഷണറിമാരാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരിയാണ് മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ആദ്യ റെയിൽപാത നിർമ്മിച്ച വർഷം 1861. ആദ്യ റെയിൽപാത ബേപ്പൂർ തിരൂർ. ബ്രിട്ടീഷുകാർക്ക് നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയത് കൊനോലിയാണ്. 1500 ഏക്കറോളം കൊനോലി വെച്ച് പിടിപ്പിച്ച തേക്കൻ തോട്ടം പിന്നീട് അറിയപ്പെട്ടിരുന്നത് കൊനോലി പ്ലോട്ട് എന്നാണ്. മിഷണറി സംഘം ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ, ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി, തിരുവിതാംകൂർ, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ.